നമസ്കാരം. CN ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലാ വോളിബോൾ അസോസിയേഷൻ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വിക്കോട്ടയം വിജ്ഞാനഭോഷിണി ഗ്രൗണ്ടിൽ 26-27 തീയതികളിൽ നടക്കുന്നു. ജില്ലയിലെ ക്ലബ്ബുകൾ 20-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447248785 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജല അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പത്തനംതിട്ട നഗരസഭാ കൗൺസിൽ. മാസങ്ങളായി ജില്ലാ ആസ്ഥാനത്ത് ജലവിതരണം താറുമാറായെന്ന് കൗൺസിൽ അംഗങ്ങൾ ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടു. കുടിവെള്ള വിതരണ പൈപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതിനായി ജല അതോറിറ്റി നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് കൗൺസിൽ കുറ്റപ്പെടുത്തി. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പുകൾ പൊട്ടി വെള്ളം നഷ്ടപ്പെടുകയാണ്. പല പ്രദേശങ്ങളിലും ആഴ്ചകളായി വെള്ളം എത്തുന്നില്ല. തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുൻപ് പരിഹാരമുണ്ടാകുമെന്ന ജല അതോറിറ്റിയുടെ ഉറപ്പ് ജലരേഖയായെന്ന് കൗൺസിൽ അംഗങ്ങൾ ഉന്നയിച്ചു. ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. വർണ്ണശബളമായ ഘോഷയാത്രയോടെ ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അതിരമ്പുഴയിൽ തുടക്കമായി. ചന്തക്കവലയിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര അതിരമ്പുഴയുടെ തനത് പൈതൃകം വിളിച്ചോതുന്ന അനുഭവമായി. വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ പങ്കെടുത്തു. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ എന്നിവർ അണിനിരന്നു. അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം കലാഭവൻ പ്രജോദ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു. ശശി തരൂരിന് സ്വീകരണം. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പിന്തുണച്ച പാലായിലെ കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ ഡോക്ടർ ശശി തരൂർ MP എത്തുന്നു. പ്രൊഫസർ KM ചാണ്ടി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യാൻ ഡിസംബർ 3-ാം തീയതിയാണ് ശശി തരൂർ പാലായിലെത്തുന്നത്. പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വൈകിട്ട് 4-ന് ചേരുന്ന സമ്മേളനം ശശി തരൂർ ഉദ്ഘാടനം ചെയ്യും. ശശി തരൂർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതറിഞ്ഞ് പാലായിൽ കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് ഉയർത്തിയിരുന്നു. ശശി തരൂരിന്റെ തോൽവിക്ക് ശേഷവും പൂർണ്ണ പിന്തുണ അറിയിച്ച് പാലായിലെ പ്രവർത്തകർ ടൗണിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലക്സ് ബോർഡ് ഉയർത്തിയതും ചർച്ചാ വിഷയമായിരുന്നു. വീടുകളുടെ ശിലാസ്ഥാപനം VD സതീശൻ നിർവഹിക്കും. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരും സർക്കാരും ത്രിതല പഞ്ചായത്തുകളും അവഗണിച്ചവരുമായ ആളുകളെ കണ്ടെത്തി വീട് വെച്ച് നൽകുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനം 18-ാം തീയതി വൈകിട്ട് 3-ന് മുണ്ടക്കയം നാരകപ്പുഴയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. ഡീൻ കുര്യാക്കോസ് MP നേതൃത്വം നൽകുന്ന ഇടുക്കി കെയർ ഫൗണ്ടേഷൻ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടം 20 വീടുകളുടെ നിർമ്മാണമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി തുരുത്തിപ്പള്ളി, സ്വാഗത സംഘം ചെയർമാൻ ഒലീക്കൽ സുരേഷ് എന്നിവർ അറിയിച്ചു. വെൽഫെയർ പാർട്ടി ചെങ്ങന്നൂർ മണ്ഡല സമ്മേളനം നടത്തി. ചെങ്ങന്നൂർ SNDP യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനം ജനറൽ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് S സജീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി യോഗം ഷെഫീഖ് ചാഴിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അൻസാദ് അമ്പഴ, മുബീർ ഷറഫ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി സിബീഷ് ചെറുവല്ലൂർ, വസന്തകുമാർ വെൺമണി, ശ്രീകല ഗോപി എന്നിവരെ തെരഞ്ഞെടുത്തു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ശിശുദിനാഘോഷം വേറിട്ട അനുഭവമായി. ചെങ്ങന്നൂർ ലില്ലി ലയണൻസ് സ്പെഷ്യൽ സ്കൂൾ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ശിശുദിനാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു സ്കൂളിലെ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ അണിനിരത്തിയുള്ള റാലി സംഘടിപ്പിച്ചത്. കുട്ടികൾ റാലിയിൽ പ്രതീകമായി പുനർസൃഷ്ടിച്ച ഗാന്ധിജി, നെഹ്റു, പട്ടേൽ, ഭാരതാംബ തുടങ്ങി വൈവിധ്യമാർന്ന ഓരോ വേഷങ്ങളും തങ്ങളുടെ വൈകല്യത്തെ തോൽപ്പിക്കുന്നതായി. രാഷ്ട്രപിതാവിന്റെയും രാഷ്ട്രശില്പിയുടെയും വേഷമണിഞ്ഞ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ നടത്തിയ ശിശുദിന റാലി വേറിട്ടതായി. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കാളികളായി. അലങ്കരിച്ച ഇരുചക്ര വാഹനങ്ങളിൽ വർണ്ണക്കൊടികളുമായി അകമ്പടി സേവിച്ചാണ് റാലിയിൽ അവർ അണിചേർന്നത്. ചെങ്ങന്നൂർ ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി ചെങ്ങന്നൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജോസ് മാത്യു ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് അങ്ങാടിക്കൽ ചേർന്ന യോഗത്തിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. ലില്ലി സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി G വേണുകുമാർ അധ്യക്ഷനായി. ലില്ലി വിദ്യാർത്ഥികൾക്ക് ക്രിസ്ത്യൻ കോളേജിലെ NSS യൂണിറ്റ് സമ്മാനിച്ച സ്പോർട്സ് കിറ്റ് NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ഡോക്ടർ മനോജ് C രാജ് പ്രിൻസിപ്പൽ മോളി സേവിയറിന് കൈമാറി. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികളും നടന്നു.
ജില്ലാ കേരളോത്സവം ഡിസംബറിൽ. ഈ വർഷത്തെ ആലപ്പുഴ ജില്ലാ കേരളോത്സവം ഡിസംബർ 8, 9, 10, 11 തീയതികളിൽ ആര്യാട് ബ്ലോക്കിലെ മുഹമ്മ, മണ്ണഞ്ചേരി, ആര്യാട്, മലരിക്കുളം തെക്ക് പഞ്ചായത്തുകളിൽ നടക്കും. ജില്ലയിലെ 12 ബ്ലോക്കുകളിൽ നിന്നും 6 മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കലാകായിക പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യുവജനക്ഷേമ ബോർഡ് കോർഡിനേറ്റർ ജെയിംസ് ഷാമുവൽ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സൺ ആയിട്ടുള്ള സംഘാടക സമിതിയും സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ചെള്ളുപനി ശ്രദ്ധിക്കണമെന്ന് ആലപ്പുഴ ആരോഗ്യ വകുപ്പ് അറിയിച്ചു. എലി, അണ്ണാൻ, മുയൽ തുടങ്ങിയവയുടെ ശരീരത്തിൽ വളരുന്ന ചെള്ളുവഴി മനുഷ്യരിലേക്കും ചെള്ളുപനി പടരുന്നുവെന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിറയലോടുകൂടിയ പനി, തലവേദന, കണ്ണു ചുവക്കൽ, കഴലവീക്കം, പേശിവേദന, വരണ്ട ചുമ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. പ്രതിരോധ മാർഗങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് രോഗബാധ തടയും. ജോലി സംബന്ധമായി പുല്ലിലും മറ്റും ഇറങ്ങുന്നവർ ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളായ ഗംബൂട്ട്, കയ്യുറ എന്നിവ ധരിക്കുകയും വേണം. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ച കരുവറ്റയിലെ തോട്ടുകടവിൽ ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള താറാവുകളെയും 1-ാം വാർഡിലെ പാടശേഖരങ്ങളിലുള്ള പക്ഷികളെയും കൊന്നു നശിപ്പിക്കുന്ന നടപടികൾ ചൊവ്വാഴ്ച നടന്നു. 8500 താറാവുകളെയാണ് കൊന്നൊടുക്കുന്നത്. ഇവിടെ പ്രത്യേക RRT സംഘമെത്തി സാനിറ്റേഷൻ നടപടികൾ സ്വീകരിക്കും. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ DS ബിന്ദു കള്ളിംഗ് ജോലികൾക്ക് നേതൃത്വം നൽകി. കേന്ദ്ര സംഘവും ഈ പ്രദേശത്ത് സന്ദർശനം നടത്തി. കള്ളിംഗ് പരിപാടികൾ പൂർത്തിയായതിനു ശേഷവും ഈ പ്രദേശത്ത് ആരോഗ്യ വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നിരീക്ഷണം ശക്തമാക്കും. സെർബ്രൽ പൾസി ബാധിതയായ 13-കാരിക്ക് കൈത്താങ്ങായി ജില്ലാ ഭരണകൂടം. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് ചികിത്സ ലഭിച്ച സെർബ്രൽ പൾസി രോഗം ബാധിച്ച ചേർത്തല സ്വദേശിയായ 13-കാരി ഇന്നലെ കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയെ സന്ദർശിച്ചു. മരപ്പലകകൾ ചേർത്തുണ്ടാക്കിയ വീട്ടിലാണ് ഇവരുടെ കുടുംബം താമസിക്കുന്നത്. ഇതറിഞ്ഞ കളക്ടർ 3 മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. കളക്ടറുടെ അഭ്യർത്ഥനയെ തുടർന്ന് കോതമംഗലം പീസ് വാലി ഫൗണ്ടേഷൻ ഈ കുട്ടിയുടെ ചികിത്സ ഏറ്റെടുത്തിരുന്നു. വിദഗ്ധ ചികിത്സകൾക്ക് ശേഷം ഇന്നലെ സ്വയം നടന്നാണ് കളക്ടറെ കാണാനായി ഇവർ ചേംബറിലെത്തിയത്. സ്വന്തമായി ഒരു വീട് വേണം എന്നതാണ് ഇവരുടെ ആഗ്രഹം. ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകാമെന്ന് മന്ത്രി P പ്രസാദ്, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ എന്നിവർ ഈ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. പുതിയ വീട് ഭിന്നശേഷി സൗഹൃദമായ രീതിയിൽ നിർമ്മിക്കാമെന്നും ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. VR4 ആലപ്പി പദ്ധതി വഴിയുള്ള സഹായങ്ങളും ഇവർക്ക് ഒരുക്കി നൽകും. കുട്ടിയുടെ മാതാപിതാക്കൾ പീസ് വാലി ഭാരവാഹികളായ ഫാറൂഖ് കരുമക്കാട്, PM അഷറഫ്, സാബിത്, ഉമർ, ഹരികൃഷ്ണൻ, ലിജിമോൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരളീയം.